ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് നമുക്കൊരു പ്ലെയിൻ നെയ്റ്റിയുടെ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ഡിസൈനർ നെയ്റ്റിയാക്കി എടുക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളി കുർത്തി അല്ലെങ്കിൽ നെയ്റ്റിയാക്കി നമുക്ക് എടുക്കാം കേട്ടോ. പ്ലെയിൻ മെറ്റീരിയലായിട്ട് ഉണ്ടെങ്കിൽ അത് കുർത്തി സ്റ്റിച്ച് ചെയ്യാനും നെയ്റ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഞാനത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കനമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്ക് പോർഷനിലേക്ക് ഒന്ന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തുണി ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്യാൻവാസാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മീറ്ററിന് 25 രൂപയൊക്കെ റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കിന് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എത്ര ഇഞ്ച് വീതിക്ക് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും കൂടി ഒന്ന് കണക്ക് കൂട്ടിയിട്ട് തുണി ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇടാം. അപ്പോൾ എനിക്കിവിടെ 3 ഇഞ്ച് നെക്കിന് അകലം വേണം. അതായത് ടോട്ടൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 6 ഇഞ്ച് കിട്ടണം. അപ്പോൾ ആ 3 ഇഞ്ച് നെക്കിന് അകലം ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ നെക്ക് ലെങ്ത്ത് എനിക്ക് 6.5 വേണം. 6 വേണ്ടത്. അപ്പോൾ 6.5 ക്യാൻവാസിലെടുക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നെക്ക് ലെങ്ത്ത് 1/2 ഇഞ്ച് കൂട്ടി തന്നെ എടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 1/2 ഇഞ്ച് പോകും. അപ്പോൾ ഞാൻ ആ അളവ് എടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി നെക്ക് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ താഴത്തേക്ക് ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചെരിച്ച് ഒരു 1/4 ഇഞ്ച് എടുത്തിട്ട് ഒന്ന് സെൻറ്ററിലേക്ക് ചെരിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ഓപ്പണിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാ പൊസിഷനിലും വെച്ച് കൊടുത്തിട്ട് ഓരോ ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ടോട്ടൽ എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഒരു യോക്ക് പോർഷൻ്റെ തൊട്ട് മുകളിൽ നിൽക്കാൻ പാകത്തിന് ലെങ്ത് എടുക്കാൻ ഞാനിവിടെ 14 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ ആ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ ഭാഗത്തും ഇതുപോലെ തന്നെ ഓരോ ഇഞ്ച് വീതം സെൻറ്ററിൽ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ടോട്ടലായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ പോയിന്റുകളൊന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്ത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ പോയിന്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് ക്യാൻവാസ് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പീസ് വെച്ചൊന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് വെട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ആ വരച്ചെടുത്ത പൊസിഷനിൽ കൂടെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നെക്ക് നമ്മൾ ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കുമ്പം ഒന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ 1/2 ഇഞ്ച് താഴത്തേക്ക് മാറ്റിയിട്ടിട്ട് വേണം നെക്കിൻ്റെ ലെവലിനെ കട്ട് ചെയ്ത് എടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്യുന്ന നേരത്ത് ഈ ക്യാൻവാസിൻ്റെ അളവ് മാറിപ്പോകത്തില്ല, 2 സൈഡിലേക്കും തെന്നി മാറി പോകത്തില്ല, കറക്റ്റ് അളവായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ആ പീസിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് ലെവൽ ചെയ്തെടുക്കണം. 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ തയ്യൽ തുമ്പ് കിട്ടാൻ പാകത്തിന് വേണം പീസ് കട്ട് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഞാൻ സെയിം പീസ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി വേറെ കളർ പീസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു ത്രെഡ് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴുത്തകലം എത്രയാണോ അതും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ സെൻറ്ററും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി ഇടുക. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ സെൻറ്ററും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മുടെ നെക്കിന് അകലം നെക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും, മാറിപ്പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മിനുസമുള്ള ഒരു തിളക്കമുള്ള ഭാഗം ഉണ്ട്, അവിടെയാണ് പശയുള്ളത്. ആ പശയുള്ള ഭാഗം തുണിയോട് ചേർത്ത് വെച്ച് നമ്മുടെ നെക്കിൻ്റെ അളവെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇത് ഒന്ന് അയൺ ചെയ്ത് എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നൂല് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആ ത്രെഡ് ഞാനൊരു 6 ലെയർ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. ഒരു 6 ലെയർ നമുക്കത് ഇഷ്ടമുള്ള അത്ര ലെയർ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 6 ലെയറാണ് എടുത്തിരിക്കുന്നത്. അത് മതിയാകും, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഡിസൈൻ കിട്ടും കേട്ടോ. അപ്പോൾ 6 ലെയറായിട്ട് നൂല് ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ബോബിനെ നൂല് ചുറ്റും പോലെ തന്നെ കൈകൊണ്ട് ബോബിനേൽ നൂല് ചുറ്റി എടുക്കണം. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും തന്നെ ഒരു ബോബിൻ നിറച്ച് നൂല് ഒരുമിച്ച് ചുറ്റി വയ്ക്കുകയാണ് നല്ലത്. അങ്ങനെ ചെയ്ത് ബോബിൻ നിറച്ച് ചുറ്റി എടുക്കാം കേട്ടോ. ഇനി അങ്ങനെ ഇല്ലാത്ത പക്ഷം ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ അമ്പറിൻ്റെയൊക്കെ നൂലുണ്ടല്ലോ, ഹാൻഡ് വർക്ക് ചെയ്യുന്ന നൂല്, അത് ആയാലും മതി. എനിക്ക് ഈ കളറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സാധാരണ നൂല് ചെയ്യുന്നത്. അതുപോലെ ഏത് നൂല് വെച്ചും ചെയ്യാമെന്ന് നിങ്ങളെ കാണിച്ചു തരുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ നൂലുണ്ടെങ്കിൽ അത് ചുറ്റിയെടുത്താൽ മതി ബോബിനേൽ.
അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇനി അയൺ ചെയ്തെടുത്ത മെറ്റീരിയൽ ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് അതൊന്നും അരികൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് മാത്രം ഇട്ട് കൊടുത്ത് ബാക്കി വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം ഇത് അരിക് ചേർത്ത് വക്കയൊക്കെ വെച്ച് മടക്കിയടിക്കുക. ഈ കോർണർ വരുന്ന ഭാഗം വരുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമുക്കിത് ഇതിൻ്റെ അരികിക്കടെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കണം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല പീസിൽ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുക. സെൻറ്ററും ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. അതുപോലെ സെൻറ്റർ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ക്യാൻവാസ് വെക്കുമ്പോൾ സെൻറ്റർ ലൈൻ നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബോബിൻ കേസിലേക്ക് ബോബിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നും നമ്മൾ മാറ്റി കൊടുക്കണ്ട. ഞാനിപ്പോൾ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തില്ലൊരു ടെൻഷൻ ഉണ്ടല്ലോ, മെഷീൻ്റെ ടെൻഷൻ ഉണ്ടല്ലോ, അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബോബിൻ കേസിൽ ടെൻഷൻ ലൂസാക്കാൻ പോയാൽ പിന്നെ നമ്മൾ സാധാരണ ത്രെഡ് ഇടുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ കാണിക്ക് പ്രത്യേകത മുള്ളുകാണിയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുള്ളുകാണി വരുന്നുണ്ടെങ്കിൽ ടെൻഷൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അല്പം കൂട്ടിയിടുക. 3-3.5 വരെ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം റഫ് തുണിയെ തയ്ച്ച് നോക്കിയതിന് ശേഷം നല്ല തുണിയിലേക്ക് തയ്ച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളർ നല്ല വശത്ത് വരണമല്ലോ. അപ്പോൾ ഇതുപോലെ അടിഭാഗത്ത് വരാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. ചള്ളുവശം നമ്മുടെ നേരെ ഇരിക്കാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. ഇതുപോലെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി നോക്കുമ്പോൾ അതിൻ്റെ മുള്ളുകാണിയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷൻ പതുക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വളരെ സാവധാനം സ്റ്റിച്ച് ചെയ്യണം. ഞാനിവിടെ സ്പീഡ് മോഡിലിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്ര സ്പീഡിലല്ല തയ്ക്കുന്നത്. ഇതുപോലെ സ്പീഡ് കുറച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എഡ്ജിൽ കൂടെ ചുറ്റും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ലെയറും നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പേന വെച്ച് നമുക്ക് നല്ല വശത്ത് ഒരേ അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചെയ്താൽ മതി. ഞാനിവിടെ റഫായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി റഫായിട്ട് ഒരെണ്ണം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചും ഒരു പ്രസ് വീതിയിൽ അകലത്തിൽ തന്നെ ഒരേ അകലം വരാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സെൻറ്റർ പോർഷൻ വരുമ്പോൾ അവിടെ കുത്തി നിർത്തിയിട്ട് ഇതുപോലെ താഴത്തേക്കും പ്രസ് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്തെടുക്കുക. ഇനി വേറെ ഡിസൈനിൽ വെറുതെ റൗണ്ടിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് മാറ്റിയെടുക്കാം. ഞാനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 ലൈൻ ഞാനിവിടെ ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 2 ലൈനും കൂടി സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിവിടെ മൊത്തം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൈറ്റിയുടെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ നെക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിവിടെ ഞാനൊരു നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അകലമൊക്കെ അടയാളപ്പെടുത്തി സെൻറ്ററൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അകലത്തിൽ തന്നെ നമ്മുടെ ക്യാൻവാസ് ഒരുക്കണത്. അപ്പോൾ ആ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒപ്പം സെൻറ്ററും ഒപ്പം വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തയ്ക്കുന്ന സമയത്ത് നെക്കിൻ്റെ അകലം മാറിപ്പോകാതെ തെന്നി മാറിപ്പോകാതെ ഇരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടെ ക്യാൻവാസിലേക്ക് കയറേണ്ട അതിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സെൻറ്ററിലുള്ള ഓപ്പണിങ്ങിലും കുത്തി നിർത്തി തന്നെ റൗണ്ട് ചെയ്ത് എടുക്കുക. അങ്ങനെ എഡ്ജിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ കഴുത്ത് അകലം മാറിപ്പോകാതിരിക്കാൻ നമ്മൾ ക്യാൻവാസ് മുകൾ ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടില്ല. ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ തയ്ച്ചതിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത് തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തെടുക്കുക. കോർണർ വരുന്ന ഭാഗമെല്ലാം കട്ടിട്ട് കൊടുത്തിട്ട് ഇത് നല്ല വശത്തേക്ക് മറിച്ചിടുക. അപ്പോൾ നമ്മളിത് ചള്ളു വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചള്ളു വശത്തുനിന്ന് നല്ല വശത്തേക്ക് തിരിച്ചിടുക. അപ്പം നമുക്ക് നല്ല വശത്ത് നമ്മുടെ ഡിസൈൻ വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നെക്ക് എഡ്ജിൽ കൂടെ തയ്ക്കില്ലേ, അതുപോലെ തന്നെ നെക്ക് എഡ്ജിൽ കൂടെ ടോട്ടൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
പിന്നെ നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ ഇപ്പുറ സൈഡ് ഉണ്ടല്ലോ, നമ്മൾ 1 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗവും അതുപോലെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും കമൻറ്റ് ചെയ്യുന്ന കാര്യവും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് സെൻറ്റർ വേണമല്ലോ, ആ പടി സെൻറ്ററായിട്ട് വരണം. അപ്പോൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് കണ്ടിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടേക്ക് ഈ പടി വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അത് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഭാഗം പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് ഏതെങ്കിലും ഒരു കളറ് ബട്ടൺസ്, ഇപ്പോൾ ഇവിടെ യെല്ലോ കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ ഒരു യെല്ലോ കളറിൽ തന്നെ ബട്ടൺസ് വെച്ച് കൊടുത്ത് ഞാൻ തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളൊരു നൈറ്റി, പ്ലെയിൻ നൈറ്റി, ഒരു ഡിസൈനർ നൈറ്റി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും പുതിയ ഐഡിയാസും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.